തുടങ്ങിയവ ഒന്നാം വിഭാഗത്തിൽ പെടുന്നു. മുറുക്കാൻ, പാൻ മസാല തുടങ്ങിയവ രണ്ടാം വിഭാഗത്തിലും. മുറുക്കുന്നതിനാവശ്യമായ വെറ്റില ഫ്രഷായി സൂക്ഷിക്കാൻ പ്രയാസമായതിനാൽ അത് മറികടക്കാനായി 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ കണ്ടുപിടിക്കപ്പെട്ടതാണ് പാൻ മസാലകൾ. അടക്ക, പുകയിലപ്പൊടി, ചുണ്ണാമ്പ്, കൊന്നമരത്തിന്റെ പശ, സുഗന്ധദ്രവ്യങ്ങൾ, ചില്ലുപൊടി തുടങ്ങി നിരവധി വസ്തുക്കൾ പാൻ മസാലകളിൽ അടങ്ങിയിരിക്കുന്നു. അടക്കയും പുകയിലയും ചുണ്ണാമ്പുമെല്ലാം മാരകമായ ക്യാൻസർ രോഗത്തിന് കാരണമാക്കുന്നു. ഇതിൽ അസംസ്കൃത അടക്കയെയും പുകയിലയെയും ചുണ്ണാമ്പിനേക്കാളും 10 മടങ്ങ് അപകടകാരിയാണ് പാൻ മസാലകളിൽ ഉപയോഗിക്കുന്ന സംസ്കരിച്ചെടുക്കുന്ന പദാർത്ഥങ്ങൾ. പുകയിലയുടെ നേരിട്ടുള്ള പ്രവർത്തനം വായ, തൊണ്ട, അന്നനാളം, ശ്വാസകോശം എന്നിവിടങ്ങളിൽ ക്യാൻസർ രോഗം ഉണ്ടാക്കാം. ലൂക്കോപ്ലാക്കിയ എന്നറിയപ്പെടുന്ന വെളുത്ത പാടുകൾ, എറിത്രോപ്ലാക്കിയ പോലുള്ള ചുവന്ന പാടുകൾ, ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്, എരിവ് കൂടുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നതുമായ രോഗാവസ്ഥ എന്നിവ ശ്രദ്ധിക്കപ്പെടേണ്ടതും പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതുമാണ്. ഡോക്ടർ, എനിക്കിടയ്ക്ക് ഈ ഭാഗത്തൊരു നീറ്റൽ വരും. എരിവ് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച്. ഞാൻ അത്ര കാര്യമാക്കാറില്ല. എരിച്ചിൽ അനുഭവപ്പെടുന്ന രോഗി ആദ്യഘട്ടത്തിൽ കാര്യം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. പ്രാരംഭത്തിൽ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ രോഗവിമുക്തിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുകയില ഉപയോഗത്തോടൊപ്പം മദ്യപാനവും ഉള്ളവരിൽ വായിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിക്കുന്നു. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ 21% പേരെങ്കിലും മാരകമായ പാൻ പരാഗ്, പാൻ മസാല തുടങ്ങിയവ ഉപയോഗിക്കുന്നവരാണെന്ന് റീജിയണൽ ക്യാൻസർ സെന്റർ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നു. മുറുക്കാൻ, പാൻ മസാല തുടങ്ങി വായ് വഴി പുകയില ഉപയോഗിക്കുന്നവരിൽ സ്പർശനം ഏൽക്കുന്ന അവയവങ്ങൾ കാലക്രമേണ നശിക്കാൻ തുടങ്ങുന്നു. വായിലെ നേർത്ത പാളികൾ നിക്കോട്ടിനെ വളരെ പെട്ടെന്ന് ആഗിരണം ചെയ്യും. ഇതുവഴി രക്തപ്രവാഹത്തിൽ കലരുന്ന നിക്കോട്ടിൻ അപകടകാരിയാണ്. പാൻ മസാലയിൽ ചേർക്കുന്ന ഗ്ലാസ് പൊടിയാണ് ഇതിന് ഹേതു. ക്യാൻസർ ആയിത്തീരാവുന്ന വെളുത്ത പാടുകളും പൊട്ടുകളും അമിതമായി പുകയില ഉപയോഗിക്കുന്നവരുടെ ചുണ്ടിലോ കവിളിലോ നാവിലോ പ്രത്യക്ഷപ്പെട്ടാൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ്. പല്ലുവേദനയിൽ നിന്നും താൽക്കാലിക ശമനം ലഭിക്കാൻ പുകയില കടിച്ചുവെക്കുന്ന ശീലം ചിലരിൽ കാണാം. ഇതും അപകടം തന്നെ. കുടിച്ചും വലിച്ചും ഇങ്ങനെ ജോലിയായിട്ട് നടക്കുമ്പോ നല്ല രസാ. അതൊരു ശീലാക്കി ആരുടെ ഉപദേശം കേൾക്കാണ്ട് തോന്നിയ പോലെ ജീവിക്കണവർക്ക് പടച്ചോൻ കനിഞ്ഞു നൽകണ ചില ശിക്ഷയുണ്ട്. അത് താങ്ങാൻ കഴിയൂല ദാസ. ഈ ശബ്ദം പറഞ്ഞ സ്ഥലത്ത് തന്നെയാ പടച്ചോൻ പണി തന്നത്.